അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ ഇവിടെ ഒരു സിനാരിയോ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പേരും മാർക്കും കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റുഡൻസിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്കറിയണം. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഇതിപ്പോൾ ഇവന് പാസ്സാണോ, ഇപ്പോൾ ഇവനക്ക് കിട്ടിയത് 75 മാർക്സാണ്, അതിനകത്ത് അവൻ പാസ്സാണോ ഫെയിലാണോ നമുക്കറിയണം. അത് സ്റ്റാറ്റസ് അറിയണമെങ്കിൽ ഫസ്റ്റ് നമ്മളിത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് കൊടുത്ത് ഇവിടെ ഈക്വൽ ടു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത്, എന്നിട്ട് എത്രയാണ് സ്കോറ് 75 ആണെങ്കിൽ അവനക്കൊരു എന്താ പറയുന്നത് 75 ക്ലിക്ക് ചെയ്യണമല്ലേ? 75 ക്ലിക്ക് ചെയ്തിട്ട് അതിനുശേഷം എത്ര മാർക്കാണ്, ഇപ്പോൾ ഒരു 45 കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ പാസ്, 45ന് മേലെയാണ് അവൻ പാസ് എന്നുള്ളൊരു സിനാരിയോ കൊടുക്കാം. അപ്പം ഒന്നിക്കുക 45ൻ്റെ മേലെയാണെങ്കിൽ അവൻ പാസ് എന്നുള്ള സിനാരിയോ കിട്ടണമെങ്കിൽ, പാസ് എന്ന് കാണിക്കണമെങ്കിൽ നമ്മളവിടെ പാസ് എന്ന് ആദ്യം എഴുതി കൊടുക്കുക. പാസ് കൊട്ടേഷൻ ഇടണോ? കൊട്ടേഷൻ 2 ഉള്ളിൽ കൊട്ടേഷനിലാക്കിയിട്ടുണ്ടോ. പിന്നെ എന്തൊക്കെയാ അത് കൊമ അല്ലെങ്കിൽ ഫെയിൽ എന്നുള്ളൊരു സിനാരിയോ ആയിരിക്കും കൊടുക്കാൻ. ഫെയിൽ എന്ന് കൊടുക്കും, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഇതിപ്പോൾ ഇവിടെ 75ൻ്റെ മേലെയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 80 കൊടുത്തെന്ന് വിചാരിച്ചോ. 80 കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഫെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും വരാം. ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മെയിൻ ഒരു പോയിന്റ് എന്ന് പറയുന്നത്.